ജിമ്മി, ഇതൊരു വല്ലാത്ത കാലമാണ്. ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ സിനിമയുടെ പേര് ദൈവങ്ങളുടെ പേരുമായി സിമിലർ ആയതുകൊണ്ട് അവ മാറ്റണം എന്നുള്ള വിചിത്രമായ വാദമാണ് ഇപ്പോൾ വരുന്നത്. ഇതുവരെയും സെൻസർ ബോർഡിനെ സംബന്ധിച്ച് അങ്ങനെ നേരിട്ട് ഒരു ഏതെങ്കിലും കഥാപാത്രങ്ങളുടെ പേര് ദൈവത്തിൻ്റെ പേരുമായിട്ട് വരുന്നു എന്ന മട്ടിലുള്ള പ്രചരണം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴിത് ആദ്യമായി നമ്മൾ അതും കേൾക്കുകയാണ്. പേടിക്കണോ പേരിടാൻ? വേറൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയാണല്ലോ. അമൃത് നഹാത്ത വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ 1975 കേസാണ്. ഖിസ്സ കുർസിക എന്നൊരു സിനിമയുണ്ടായിരുന്നു. 1975 അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പ്, അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പ് ഒരു ഇന്ദിരാഗാന്ധിയെയും അന്നത്തെ കോൺഗ്രസിനെയും ഒക്കെ വേണമെങ്കിൽ കളിയാക്കാമെന്ന് പറയാവുന്ന ഒരു കോൺഗ്രസ്സുകാരൻ തന്നെ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത സിനിമ. അതാണ് ഖിസ്സ കുർസിക, കസേരയുടെ കഥ. ആ സിനിമയ്ക്ക് എന്ത് പറ്റിയെന്നറിയോ? ആ സിനിമയ്ക്ക് സെൻസർ ബോർഡ് ചെല്ലുന്നു. സെൻസർ ബോർഡ് ഒന്നും പറയുന്നില്ല. ഇതേ കഥയാണ് കേട്ടോ. സെൻസർ ബോർഡ് അനുമതി കൊടുക്കുന്നുണ്ടോ? ഇല്ല. അനുമതി നിഷേധിക്കുന്നുണ്ടോ? ഇല്ല. അതങ്ങനെ കേസ് ഇങ്ങനെ കിടന്ന് പരാതിയായി അവസാനം കോടതിയുടെ മുമ്പിലെത്തുന്നു. കോടതി പറയുന്നു, ജൂലൈ മാസം പറയുന്നു 1975 അടിയന്തരാവസ്ഥ ആയിട്ടില്ല, എത്രയും പെട്ടെന്ന് ഈ ഫിലിമിൻ്റെ നെഗറ്റീവുകൾ കൊണ്ടുവരുന്നില്ല. അത് കഴിഞ്ഞ് അടിയന്തരാവസ്ഥ തുടങ്ങി ഓഗസ്റ്റ് മാസം കോടതി നിർബന്ധമായും പറയുന്നു ഇതിന് നെഗറ്റീവുകൾ കൊണ്ടുവരണം. അപ്പോൾ വിചിത്രമായൊരു ന്യായം പറയുകയാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി. ഇത് കാണുന്നില്ല, ഈ പ്രിൻ്റുകളെല്ലാം എവിടെയൊക്കെ ആയിപ്പോയി. സഞ്ജയ് ഗാന്ധിയുടെ ഡൽഹി പരിസരത്തുള്ള മാരുതി ഫാക്ടറിക്കകത്ത് ഈ സിനിമയുടെ നെഗറ്റീവുകൾ മുഴുവൻ കത്തിച്ച് കളഞ്ഞു. അതാണ് ഇന്ത്യയിലെ സെൻസർഷിപ്പിൻ്റെ കഥ, കോൺഗ്രസിൻ്റെ പാരമ്പര്യം. 1975 അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം നമ്മൾ ആഘോഷിക്കുന്ന ഈ വേളയിലാണ് നമുക്ക് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന മറ്റൊരു പാരലൽ കഥ വരുന്നു. രണ്ടും ഒരേ കഥ. നോക്കൂ, ഇവിടെയും സെൻസർ ബോർഡ് ഒരക്ഷരം മിണ്ടതില്ല. അന്നും സെൻസർ ബോർഡ് മിണ്ടിയില്ല. പകരം ഒരു പടി കൂടി കടന്ന് ഇതിൻ്റെ മുഴുവൻ നെഗറ്റീവുകളും കത്തിച്ചു കളഞ്ഞു. പിന്നീട് ആ സിനിമയ്ക്ക് എന്ത് പറ്റിയെന്നറിയോ? 1978 ശേഷം ഈ മനുഷ്യൻ ആ സിനിമ വീണ്ടും നിർമ്മിച്ചു. പക്ഷേ അപ്പോഴേക്കും ആ കഥാ പരിസരവും ആ സിനിമയുടെ ഷാർപ്നെസ്സും പോയിട്ട് ആ പടം ബോക്സ് ഓഫീസിൽ പൊളിഞ്ഞുപോയി. പിന്നെ അദ്ദേഹം സിനിമയൊന്നും എടുത്തില്ല. 2002 അദ്ദേഹം മരിക്കുന്നത്. അന്ന് അദ്ദേഹം പാർലമെൻറ്റ് അംഗമാണ്. പിന്നീട് ജനതാ പാർട്ടിയിലൊക്കെ ചേർന്ന് ഒരു തവണ അദ്ദേഹം പാർലമെൻറ്റിൽ വരികയൊക്കെ ചെയ്തു. ഇതാണ് നമ്മുടെ മുമ്പിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളെ നശിപ്പിക്കാനുള്ള ഒരു പ്രവണത എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇനി ഇത് സർക്കാരിൻ്റെ മാത്രമാണോ? ജോസഫ് മാഷ് എന്നൊരു മനുഷ്യൻ ഒരു ചോദ്യപേപ്പർ ഇട്ടതിന് അദ്ദേഹത്തിൻ്റെ കൈവെട്ടിയ ചരിത്രം കേരളത്തിലാണ് നടന്നത്. അന്നെന്താണ് പറഞ്ഞത്? മുഹമ്മദും പടച്ചവനും തമ്മിലുള്ള സംഭാഷണത്തിൽ മുഹമ്മദിനെ എന്തോ മോശമായി, ഞാൻ ആ കറക്റ്റ് വരി മറന്നുപോയി, പക്ഷേ എടാ മണ്ടാന്നോ എടാ വിട്ടിയെന്നോ എന്തോ ദൈവം വിളിക്കുന്നു. അപ്പോൾ ഈ മുഹമ്മദ് എന്ന് പറയുന്നത് മുഹമ്മദ് നബിയാണ്, അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് കൈവെട്ടിയത്. പക്ഷേ പ്രശ്നം അവിടെ അല്ല കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പല നേതാക്കളുമായി സംസാരിക്കുമ്പോൾ എൻ്റെ അന്നത്തെ അഭിമുഖ പരിപാടിയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കൾ വരുമ്പോൾ അവർ പറയുന്നത് കൈവെട്ടിയത് ശരിയായില്ല, പക്ഷേ മനഃപൂർവ്വം ഈ മുഹമ്മദിൻ്റെ പേരിട്ടത് മുഹമ്മദ് നബിയെ കളിയാക്കാനാണ്. ഇതിൻ്റെ പേരിൽ ഒരു മനുഷ്യനും തർക്കിക്കുകയാണ്, ഒരു പാർട്ടി തർക്കിക്കുകയാണ്, മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തു എന്ന് പറയുകയാണ്. തലയ്ക്ക് മൂളയുള്ള ഒരു മനുഷ്യൻ പോലും വിശ്വസിക്കാത്ത ഒരു നുണ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നുവെന്ന് ഒരു മനുഷ്യൻ്റെ കൈ പോയ സാഹചര്യമാണ്. കേരളത്തിൽ തന്നെയല്ലേ ഒരു ക്രിസ്തുവിൻ്റെ 6ാം തിരുമുറുക് എന്ന് പറയുന്ന നാടകം കോൺഗ്രസ് സർക്കാർ നിരോധിച്ചത്? അതിൻ്റെ പേരിലുണ്ടായ പൊല്ലാപ്പ് എന്തൊക്കെയായിരുന്നു? അതെല്ലാം പോട്ടെ, കേശു ഈ വീടിൻ്റെ നായകൻ, വീടിൻ്റെ നാഥൻ എന്ന് പറഞ്ഞൊരു സിനിമ, ദിലീപിൻ്റെ സിനിമ, അപ്പം തന്നെ കേരളത്തിലെ പുതിയ RSS ലേബൽ എന്ന് ആരോപിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾ ഇറങ്ങിയല്ലോ. പകരം മുഹമ്മദിനെ കളിയാക്കിക്കൊണ്ട് അതിൻ്റെ കഥയൊക്കെ പ്രസിദ്ധീകരിച്ച് ഞങ്ങളുടെ സിനിമ ഇതാ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞല്ലോ. ആ സിനിമ ഇറങ്ങിയ ആ സിനിമയിലൊന്നുമില്ല. പക്ഷേ യേശു ഈ വീടിൻ്റെ നാഥൻ എന്നതിനെ കളിയാക്കിയാണ് കേശു ഈ വീടിൻ്റെ നാഥനെന്ന് മുസ്ലിമായ സംവിധായകൻ ചെയ്തു എന്നങ്ങ് തീരുമാനിക്കുകയാണ്. ഇത് പോയി എവിടെ എത്തി എന്നല്ല നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെയൊക്കെ രക്തത്തിൽ, നമ്മുടെയൊക്കെ അധികാരം കയ്യിലിരിക്കുന്നവരുടെ സംഘബോധം, സംഘടനാ ശക്തി കയ്യിലുള്ളവരുടെ മുഴുവൻ ബ്ലഡിൽ ഇതുണ്ട്. അത് എപ്പോൾ ചെയ്യണം എപ്പോൾ ചെയ്യേണ്ട എന്നത് മാത്രമാണ്. ഇന്ത്യയിലെ കഥ പോയിട്ട് പുറത്തേക്ക് പോകൂ. കമ്മ്യൂണിസ്റ്റ് സർക്കാർ റഷ്യയിൽ ഇവാൻ ദ ടെറിബിൾ എന്ന് പറയുന്ന മനോഹരമായ സിനിമ പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 സ്റ്റാലിൻ നിരോധിക്കുകയായിരുന്നു. വേറൊന്നുമല്ല, ഇത് പഴയ ഒരു രാജാവിൻ്റെ കഥയാണ്. പക്ഷേ ഇവാൻ ദ ടെറിബിൾ പാർട്ട് 1 ഒന്ന് കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് സംശയമായി. ആളുകൾക്കല്ല, റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് സംശയമായി. ഇത് സത്യത്തിൽ എന്നെക്കുറിച്ചാണോ എന്ന് സ്റ്റാലിൻ സംശയിക്കുകയാണ്. ഇവാൻ ദ ടെറിബിൾ 2 ഇറങ്ങുന്നു, ആ സിനിമ നിരോധിച്ചു. ഇതാണ് ലോകത്തെമ്പാടുമുള്ള
ബാനുകളുടെ ചരിത്രം. ഇനി അങ്ങനെ തകർക്കപ്പെടുന്ന കലാപ്രവർത്തകരുടെയൊക്കെ അവരെ എങ്ങനെയാണ് സമൂഹം കണ്ടിട്ടുള്ളത്? ഈ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ സമയത്ത് തന്നെ അയാളൊരു മണ്ടനാണ്, അയാൾക്കൊരു നിലവാരമില്ലാത്തയാളാണെന്ന് പറഞ്ഞ ഒരു മന്ത്രി നമുക്കുണ്ടായിരുന്നല്ലോ. ആരും ഒന്നും പറഞ്ഞില്ലല്ലോ അന്ന്. കേരളത്തിൽ ഇത്തരം സാധനങ്ങൾ നടക്കുന്നു. ഇനി വേറൊരു കഥ, ബംഗ്ലാദേശിൽ ലജ്ജ എന്ന നോവൽ എഴുതിയതിന് ഒരു എഴുത്തുകാരി അവിടെ തസ്ലിമ നസ്രീൻ അവിടെ നിന്ന് അവരെ വേട്ടയാടുകയാണ്. അവരവിടെ നിന്ന് ജീവനങ്ങളോട് പശ്ചിമ ബംഗാളിൽ വന്നു. കേരളം ഒരുപാട് എഴുത്തുകാരെ ആരാധിക്കാറുണ്ട്, അവരെ ആദരിച്ച് കൊണ്ടുവരാറുണ്ട്. തസ്ലിമ നസ്രീനെ, എൻ്റെ ഓർമ്മ തെറ്റാണെങ്കിൽ അതിലും തിരുത്തണം, തസ്ലിമ നസ്രീനെ ഞാൻ ഒരു പൊതുപരിപാടിയിലും കണ്ടില്ല. ആരും തസ്ലിമ നസ്രീനെ വിളിച്ചില്ല. എന്തേ? അപ്പോൾ ഈ ചില ആളുകൾ ചില നിലപാടുകൾ എടുക്കുമ്പോൾ ആ നിലപാടുകൾക്കെതിരെ ശബ്ദിക്കാനും പേടിയാണ്. ശബ്ദിക്കുന്നവർക്ക് തിരിച്ച് മറുവശത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഭ്രാന്താണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അവസാനം തസ്ലിമ നസ്രീൻ എവിടെ പോയി? തസ്ലിമ നസ്രീൻ BJP പാളയത്തിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ഒരു വിഷ്വൽ. പശ്ചിമ ബംഗാളിൽ തസ്ലിമ നസ്രീൻ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾ അവർക്കെതിരെ മറ്റേ ഉണ്ടായിരുന്ന പൂച്ചെണ്ടും ചെരുപ്പും ഒക്കെ വാരി വാരി എറിയാണ്. ഒരു 10-20 വർഷം മുമ്പുള്ള വിഷ്വലാണ്. തസ്ലിമ നസ്രീനെ അവസാനം BJP പാളയത്തിൽ കൊണ്ട് എത്തിച്ചത് ഞാൻ വിചാരിക്കുന്നു ഇവിടുത്തെ പുരോഗമനപക്ഷമാണ്. ആരും തിരിഞ്ഞു നോക്കിയില്ല. ഇങ്ങനെ ചരിത്രത്തിൽ നോക്കിയാൽ ഇത് മുഴുവനുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറയാം. 2015 കേരളത്തിൽ CPMൻ്റെ കണ്ണൂർ ഒരു ജാഥ നടക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുരിശിൽ തറച്ചുകൊണ്ട് ഒരു ഫ്ലോട്ട് പോയി. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഇത് ശ്രീനാരായണ ഗുരുവിനെ കളിയാക്കുന്നതാണ്. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും ശ്രീനാരായണ ഗുരുവിനെ ചില ആളുകൾ ഹൈജാക്ക് ചെയ്യുകയാണ്, ക്രൂശിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ഫ്ലോട്ടിനൊരു അർത്ഥമുണ്ട്. ഇല്ല, അതങ്ങനല്ല. അവസാനം CPM പോയി മാപ്പും പറഞ്ഞു. അപ്പോൾ ഈ കലാരൂപങ്ങൾക്ക്, സിംബലുകൾക്ക്, അതിൻ്റെ ദൃശ്യവൽക്കരണത്തിന് ഒക്കെയുള്ള ഒരു ലിബർട്ടിയും അതിൻ്റെ ഒരു അർത്ഥം വായിച്ചെടുക്കാനുമുള്ള ശേഷിയില്ലാത്ത ഒരുപാട് നേതാക്കന്മാരുടെയും ഒരുപാട് സംഘടനകളുടെയും അധികാരികളുടെയും കയ്യിലാണ് എല്ലാ കാലത്തും മിക്കവാറും എല്ലാ രാജ്യങ്ങളുമുള്ളത്. അതിനിടയിൽ പെടുന്ന കലാകാരന്മാരും മനുഷ്യരുമാണ് നമ്മളൊക്കെ. ഇപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്? ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നത് ഇതൊരു BJPയുടെ പ്ലാനൊന്നും ആയിരിക്കില്ല. സംഭവിച്ചത് എമ്പുരാൻ വന്നു കഴിഞ്ഞപ്പോൾ എമ്പുരാനിൽ വളരെ കൃത്യമായി BJPക്കെതിരെയുള്ള ഗോദ്ര കലാപത്തിനെതിരെയുള്ള സൂചനകളുണ്ടായിരുന്നു. അന്നിന് സർട്ടിഫിക്കറ്റ് കൊടുക്കപ്പെട്ട സെൻസർ ബോർഡിനെ മുഴുവൻ BJP നേതൃത്വം മുൾമുനയിൽ നിർത്തി കാണും, സൂചി കയറ്റി കാണും. അതോടെ പേടിച്ചുപോയി. ഇനി ഞങ്ങളായിട്ടിനി എന്തെങ്കിലും കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിച്ച് ജാനകി, രാമൻ, ലക്ഷ്മണൻ ഇനി ഒന്നും വേണ്ട, ഇനിയിപ്പോൾ ഞങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് ഏകപക്ഷീയമായി തീരുമാനിക്കുകയാണ്. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് ഇനി നാട്ടിൽ നടക്കാൻ പോകുന്നത്. ഇനി ഒരൊറ്റ സിനിമയ്ക്കെന്നല്ല, ഒരൊറ്റ നാടകത്തിനല്ല, ഒരൊറ്റ പുസ്തകത്തിന് എന്തെങ്കിലും BJPക്കാരുമായി ബന്ധപ്പെട്ടൊരു സംശയമുണ്ടെങ്കിൽ അതപ്പം സെൻസർ ചെയ്യപ്പെടും. കാരണം അത്രയും ഞങ്ങളായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാലോ എന്ന് ഭയത്തിലാണ് നടക്കുന്നത്. അപ്പോൾ രാജാവ് ഒരു കാര്യം പറയും, രാജാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അതിലും വലിയ കാര്യങ്ങൾ അതിൻ്റെ താഴെയുള്ള ആളുകൾ പറയും. അത് പണ്ടും അങ്ങനെയായിരുന്നു. അന്ന് സഞ്ജയ് ഗാന്ധിക്ക് വേണ്ടി ഈ ഫിലിമിൻ്റെ നെഗറ്റീവുകൾ നശിപ്പിച്ചതിൽ മുമ്പിൽ നിന്ന ആൾ അന്നത്തെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റ് മിനിസ്റ്ററാണ്, കേന്ദ്രമന്ത്രിയാണ്. ഈ ഫിലിമിൻ്റെ റീലെല്ലാം കൊണ്ടുപോയി കത്തിക്കാൻ കൂട്ടുന്നത്. ആ കേസ് 1985 വരെ നീണ്ടു നിന്നു. അവസാനം അതില്ലാതായിപ്പോയി. ഇതാണ് ചരിത്രം. അതുകൊണ്ട് ഇതിനെ ഒറ്റപ്പെട്ട് കാണേണ്ട. എല്ലാ കാലത്തെയും ഇത്തരം ചെയ്തികളെയും വിമർശിച്ചുകൊണ്ട് വേണം ജാനകി വേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരളയെ കാണാൻ. Meet the editors.